ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൗൺസ് ബിറ്റിൻ്റെ എയർ ഡ്രോപ്പിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ബൗൺസ് ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ റീസ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ഇതേറിയത്തിൻ്റെ റീസ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ഇതർഫൈയിൽ കുറച്ച് എതേറിയം ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്ന് നമ്മുടെ വീഡിയോ കണ്ട് എതേറിയം റീസ്റ്റേക്ക് ചെയ്ത ആളുകൾക്കൊക്കെ ഏകദേശം ഒരു $800 മുതൽ മേലേക്ക് അത്യാവശ്യം നല്ല വെർത്തായിട്ടുള്ള എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എയർ ഡ്രോപ്പ് നേടിത്തരാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു ബൗൺസ് ബിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെറും $10 വെർത്തായിട്ടുള്ള ബിറ്റ് കോയിൻ ഇതിൽ റീസ്റ്റേക്ക് ചെയ്യാനായിട്ട് പറ്റും. വളരെ വലിയ രീതിയിലേക്ക് ഗ്യാസ് ഫീസും കാര്യങ്ങളും ഒന്നും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് ബൗൺസ് ബിറ്റിൽ ബിറ്റ് കോയിൻ സ്റ്റേക്ക് ചെയ്തിട്ട് ഇവരുടെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് നോക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോ എത്തിപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ആരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു ബൗൺസ് ബിറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഓൾറെഡി 6 മില്യൺ മേലെ ഓൾറെഡി റേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പാർട്ട്നേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെ വലിയ നെയിമുകൾ ഓൾറെഡി ഇതിനകത്തുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ OKX വെഞ്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ HTX വെഞ്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ MEXC വെഞ്ചേഴ്സൊക്കെ ഇവരുടെ പാർട്ട്ണർഷിപ്പിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ട്വിറ്ററൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 241K ഫോളോവേഴ്സ് ഇവരുടെ ട്വിറ്ററിലുണ്ട്. അതേപോലെ തന്നെ ഡെഫൈലാമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പം 500 മില്യൺ അടുപ്പിച്ച് തന്നെ ടോട്ടൽ വാല്യൂ ലോക്ക്ഡ് ഇവരുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഒരു എയർ ഡ്രോപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഇവരുടെ ഒരു എയർ ഡ്രോപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഈ ഒരു എയർ ഡ്രോപ്പിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഇൻവൈറ്റ് കോഡ്സ് അത്യാവശ്യമാണ്. എൻ്റെ കയ്യിലുള്ള ഇൻവൈറ്റ്സ് കോഡ്സൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ചെയ്യുന്ന ആളുകൾ മാത്രം ഇൻവൈറ്റ് കോഡുകൾ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ ഇൻവൈറ്റ് കോഡ് അവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. അതിനുശേഷം മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ട്വിറ്ററും അതുപോലെ തന്നെ ഡിസ്കോഡും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾ ഡിസ്കോഡും ട്വിറ്ററും കണക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടും കൂടെ വരും. അതൊക്കെ വളരെ പെട്ടെന്ന് കഴിയുന്ന പ്രോസസ്സാണ്. സോ ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിയുമ്പം ചെക്ക് യുവർ എയർ ഡ്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമുക്ക് പല തരത്തിലുള്ള ഫണ്ട്സ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എതേറിയം ഡെപ്പോസിറ്റ് ചെയ്യാം, ബിറ്റ് കോയിൻ ഡെപ്പോസിറ്റ് ചെയ്യാം. നമ്മളിവിടെ ബിറ്റ് കോയിൻ്റെ BNB ചെയിനിലുള്ള ബിറ്റ് കോയിനാണ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, അഥവാ BTC-B ആണ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ഗ്യാസ് ഫീസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ട്സ് നമുക്ക് മെയിൽ മാത്രമേ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് നിങ്ങൾ ബൈനാൻസ് സ്മാർട്ട് ചെയിനിലുള്ള ബിറ്റ് കോയിൻ കൊണ്ടുവരികയാണ് വേണ്ടത്. അതെങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് ബിറ്റ് കോയിൻ വാങ്ങിക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള MEXC ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു വാങ്ങിച്ച ബിറ്റ് കോയിൻ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ നെറ്റ്വർക്ക് അഥവാ BEP20 നെറ്റ്വർക്കിൽ വിഡ്രോ എടുക്കണം. അങ്ങനെ വിഡ്രോ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം $0.7 മാത്രമേ ഗ്യാസ് ഫീസായിട്ട് വരുന്നുള്ളൂ. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ബൈനാൻസ് സ്മാർട്ട് ചെയിനിലേക്ക് ബിറ്റ് കോയിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് ഇതുപോലെ ബിറ്റ് കോയിൻ നിങ്ങളുടെ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് കൊണ്ടുവരിക. ഞാനിവിടെ ഏകദേശം ഒരു $52 വെർത്തായിട്ടുള്ള BTC-B അഥവാ ബൈനാൻസ് സ്മാർട്ട് ചെയിനിലുള്ള ബിറ്റ് കോയിൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് നമ്മളവിടെ അപ്രൂവ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണ്. അപ്രൂവ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മെറ്റാമാസ്കിൽ ഒരു ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. വീണ്ടും ഉറപ്പിക്കുന്നു, മെയിൽ മാത്രമേ നമുക്ക് വിഡ്രോവലും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രൂവ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മെറ്റാമാസ്കിൽ വരുന്ന ട്രാൻസാക്ഷൻ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ബ്രിഡ്ജ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും കിട്ടുന്നത്. സോ നെക്സ്റ്റ് ബ്രിഡ്ജ് നൗ കൊടുക്കുക. അതിന് ശേഷവും വരുന്ന മെറ്റാമാസ്കിലെ ട്രാൻസാക്ഷൻ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുക. വെറും ഒരു $1 താഴെയൊക്കെ മാത്രമേ നമുക്ക് മെറ്റാമാസ്കിൽ അഥവാ BNB ചെയിനിൽ ട്രാൻസാക്ഷൻ ഫീസായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ $1 വർത്തായിട്ടുള്ള BNB നിങ്ങളുടെ മെറ്റാമാസ്ക് വാലറ്റിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പ്രൊസീജിയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡെയിലി ഇതിനകത്ത് പോയിൻറ്റ്സ് കളക്ട് ചെയ്താൽ മാത്രം മതിയാകും. നമ്മുടെ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നമ്മുടെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ടോപ്പിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും നമുക്ക് ഇവിടെ പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിറ്റ്കോയിൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി ക്ലെയിം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രത്തോളം പോയിൻറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള ബിറ്റ്കോയിൻ അഥവാ BTC എത്രയുണ്ടെന്നൊക്കെ അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ പറ്റുന്ന ആളുകളൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എതേറിയത്തിൽ ചെയ്ത പോലെ 0.1 എതേറിയം ഒന്നും നമ്മളിവിടെ സ്റ്റേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വെറും $10 വർത്തായിട്ടുള്ള ബിറ്റ്കോയിൻ മാത്രം ചെയ്താലും മതിയാകും. അതുപോലെ തന്നെ വലിയ രീതിയിൽ ഗ്യാസ് ഫീസും കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ മാക്സിമം ആളുകൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെയിലി പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോനെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.